പണമില്ലാതെ തൊഴിലെടുത്തത് 111 ദിവസം. ഒടുവിൽ സ്കൂളിന് മുന്നിൽ സമരമിരിക്കാൻ നിർബന്ധിതയായി ഒരു അധ്യാപിക. ബാലരാമപുരം ഹൈസ്കൂളിലെ താൽക്കാലിക ജീവനക്കാരിയായ വിജയയ്ക്കാണ് തന്റെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നത്. ചെയ്ത ജോലിയുടെ വേതനത്തിന് തന്റെ വിദ്യാർത്ഥികൾ കാണെ സ്കൂളിന് മുന്നിൽ സമരമിരിക്കേണ്ട ഗതികേടിലാണ് താൽക്കാലിക അധ്യാപികയായ റീജ. ദിവസേനെ 1200 രൂപ വേതനം നൽകാമെന്ന് പറഞ്ഞാണ് 29-കാരിയായ റീജയെ ബാലരാമപുരം ഹൈസ്കൂൾ മാനേജ്മെന്റ് നിയമിച്ചത്. 2023 ജൂലൈ 20-നാണ് റീജ സ്കൂളിൽ ജോയിൻ ചെയ്തത്. തുടർന്ന് HST സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ 111 ദിവസം ജോലി ചെയ്തെങ്കിലും ഒരു ദിവസത്തെ വേതനം പോലും മാനേജ്മെന്റ് നൽകിയില്ലെന്നാണ് റീജയുടെ പരാതി. എത്ര പ്രാവശ്യവന്മാരെടുത്ത് ഭാര്യമാരെടുത്ത് ഞാൻ ചോദിക്കുന്നു, ടീച്ചറെ എന്തെങ്കിലും ഇത് നിങ്ങൾ വർഷമാവോ? ഇല്ലടാ, പെട്ടെന്ന് ശരിയാവും എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ആരെടുത്ത് ഏത് ഓഫീസിൽ ഞാൻ പോവാൻ? ഒരു ഓഫീസിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഗവൺമെന്റ് പറഞ്ഞിട്ടല്ല ഇവരെന്നെ എടുത്തിരിക്കുന്നത്. ഇവന്മാരാണ് എന്നെ ചതിച്ചത്. അപ്പം ഇവരല്ലേ ഈ പൈസ തരണ്ട്. 60 ലക്ഷം ഈ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ 40 ലക്ഷം കെട്ടി വെച്ചിട്ടാണ് മറ്റു ടീച്ചർ ഇവിടെ കയറുന്നത്. അപ്പം ഈ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഇവന്മാർക്ക് എനിക്ക് കിട്ടാനുള്ള 1 ലക്ഷം കഴിഞ്ഞ് കിട്ടാറുണ്ട്. ഈ പൈസ ഇവന്മാർക്ക് തരാൻ പറ്റണില്ലേ? അത്രയ്ക്കും ഇവന്മാർ എടുക്കാനില്ലാത്തവരാ. 2020-21 കാലഘട്ടത്തിൽ അധ്യാപികയുടെ ഒഴിവിൽ അപേക്ഷിച്ചപ്പോൾ മാനേജർ ചന്ദ്രബാബു 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും അധ്യാപിക ആരോപിച്ചു. പിന്നീട് ഭിന്നശേഷി അധ്യാപിക തസ്തികയിൽ വന്ന ഒഴിവിൽ താൽക്കാലികമായി തന്നെ നിയമിക്കുകയായിരുന്നുവെന്നും റീജ പറയുന്നു. ഭിന്നശേഷി അധ്യാപികയെ നിയമിക്കാത്തതിനാൽ വേതനം സർക്കാർ അനുവദിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും ആ വിവരം മറച്ചുവെച്ച് തന്നെ മാനേജ്മെന്റ് വഞ്ചിക്കുകയായിരുന്നെന്നും അവർ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭിന്നശേഷി അധ്യാപക നിയമനത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് താൽക്കാലിക ജീവനക്കാരായ അധ്യാപകരെ നിയമിച്ച് വിധി വരുന്നതുവരെ പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമിക്കുന്നതെന്നും റീജ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.